ഇയാളുടെ പ്രാർത്ഥന കഴിഞ്ഞില്ലേ? കഷ്ടം. പ്രാർത്ഥന കഴിയട്ടെ, ഞാൻ വച്ചിട്ടുണ്ട്. ആ ഡ്രൈവർ കോയ വന്നില്ലേ? ഞാനിവിടെ ഉണ്ട് സാർ. കാലത്തെ വല്ലവനും വന്ന് വല്ലതുമൊക്കെ പറഞ്ഞ് മുതലാളിയുടെ മൂഡ് കളയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഒരു തെണ്ടിയാണ് മുതലാളി. അല്ല, അങ്ങനെ ഒരു ചീത്തപ്പേര് മുതലാളിക്കുണ്ട്. മുതലാളിയുടെ പിശുക്കും പൂത്ത കാശും ഒക്കെ കണ്ട് അസൂയക്കാർ വെറുതെ പറയുന്നതായിരിക്കും. എന്തായാലും നമുക്കതൊന്ന് മാറ്റിയെടുക്കണം. അതെങ്ങനെ? ഒരു ഗതികെട്ടവനെ അങ്ങ് സഹായിക്കണം മുതലാളി. അതിനിപ്പോ ഗതികെട്ട ഒരുത്തരെ കണ്ടുപിടിക്കണ്ടോ? ദാണ്ട മുമ്പ് നിൽക്കല്ലേ. എനിക്കൊരു അമ്മായിയപ്പനുണ്ട്, മത്തായി. മുതലാളിയെക്കാളും ചീത്തപ്പേരുള്ള ഒരുത്തനാ. അയാളുടെ 5000 ദിറംസ് ഞാൻ കടം വാങ്ങി. സ്വന്തം മോളെ കെട്ടിയവനെന്ന് പോലും നോക്കാതെ ആ കണ്ണിച്ചോരയില്ലാത്ത പരമ തെണ്ടി പോലീസിൽ പരാതി കൊടുത്ത് എന്നെ അകത്താക്കാൻ നോക്കുക. മുതലാളി ഒരു 5000 ദിറം എനിക്ക് താ, ഞാൻ പണി ചെയ്ത് തീർക്കാം. എന്നിട്ട് മുതലാളി തന്നതെന്നും പറഞ്ഞ് എനിക്ക് അതുകൊണ്ട് അയാളുടെ മുഖത്തെറിഞ്ഞിട്ട് മുതലാളിയുടെ ചീത്തപ്പേര് എനിക്ക് മാറ്റണം. മുതലാളിക്ക് ഷൈൻ ചെയ്യാൻ ബെസ്റ്റ് ചാൻസാ. എന്ത് പറയുന്നു? ഓക്കെ എന്ന് പറ. എന്റെ അളിയാ, അല്ല മുതലാളി. എടാ, നിനക്ക് 5000 ദിർഹം തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എന്റെ ഈ ചീത്തപ്പേര് പോയാല് നിന്നെ പോലുള്ള അലവലാദികൾ ദിവസവും രാവിലെ എൻ്റെ അടുത്ത് വന്ന് പണം ചോദിക്കും. സത്യം പറയാമല്ലോ, കാലണ കയ്യിലില്ല. ഈ പത്രാസ് കാണിച്ച് ജീവിച്ചു പോകുന്നേ ഉള്ളൂ. ഡ്രൈവർ ചെയ്യുന്ന കോട്ടും ടൈയും ഒക്കെ എവിടെ? അവിടെ കിടക്കണം. അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് സാർ. എന്താ? മുതലാളിയുടെ തലയിൽ ഇടുത്തി വിടില്ലേ എന്ന് പ്രാർത്ഥിച്ചതാ. ഒന്ന് പതുക്കെ ആട്ടെ ജോസേ. കോരാൻ മൺവട്ടി എടുക്കട്ടെ.